വോളിബോളിൽ പുത്തൻ പ്രതിഭകളെ കണ്ടെത്തുന്നതിന് ഒരു മാസമായി മേപ്പയിൽ IPM അക്കാദമി ക്യാമ്പസിൽ നടന്നുവന്ന സമ്മർ ക്യാമ്പ് സമാപിച്ചു. 40ഓളം സ്കൂളുകളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 240ഓളം കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ IPM അക്കാദമിയിലെ റെഗുലർ ബാച്ചിലെ 2 കുട്ടികൾ നാഷണൽ ക്യാമ്പിലേക്കും 37 കുട്ടികൾ സംസ്ഥാന ക്യാമ്പിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സമ്മർ ക്യാമ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത റെഗുലർ ബാച്ചിലേക്കും സീനിയർ എലൈറ്റ് ബാച്ചിലേക്കും അഡ്മിഷൻ ഉടനെ നടക്കും. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും സൗജന്യമായി അടുത്ത വർഷം കോച്ചിംഗ് നൽകും. എലൈറ്റ് ബാച്ചിലെ കുട്ടികൾക്ക് പ്രത്യേകം സിലബസിലുള്ള കോച്ചിങ്ങും കൊടുക്കും. വിദ്യാഭ്യാസവും താമസവും ഭക്ഷണവും കിറ്റും സൗജന്യമായിരിക്കുമെന്ന് അക്കാദമി അധികൃതർ അറിയിച്ചു. ക്യാമ്പിന്റെ സമാപന ചടങ്ങ് വാർഡ് കൗൺസിലർ AP പ്രജിത ഉദ്ഘാടനം ചെയ്തു. ഇത്രയും മക്കൾക്ക് ഇത്തരം ഒരു കാര്യങ്ങൾക്ക് അവരുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സിന് അത്തരത്തിൽ തന്നെ തയ്യാറായിക്കൊണ്ട് നിങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും പുതിയ തലമുറ എന്നുള്ള രീതിയിലേക്ക് പലതരത്തിലും പല പ്രയാസകരമായ അവസ്ഥകളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന മറ്റു പല ഇന്നത്തെ ഒരു കാലത്ത് കുട്ടികളൊക്കെ തന്നെ മൊബൈൽ ഫോണിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും മറ്റ് മദ്യ മാഫിയ പോലെയുള്ള ആളുകൾക്കിടയിലേക്ക് പെട്ടുപോയി മയക്കുമരുന്നിലൊക്കെ അകപ്പെട്ടു പോകുന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ സമൂഹത്തിൽ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് IPM മുന്നോട്ട് വന്ന സമയത്ത് ഇത്തരം ഒരുപാട് മക്കളെ ഈ ക്യാമ്പിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു ലഹരിയായി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ മാറുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു ലഹരിയിലേക്ക് അവർ പോകില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. മറ്റൊന്നിലേക്കും അകപ്പെടാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറെ സന്തോഷകരമായ അവസ്ഥയും. ഇന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാണ്. മറ്റു പല ലഹരികളിലേക്കും അടിമപ്പെട്ട് നമ്മുടെ രക്ഷിതാക്കൾ ഒരുപാട് പ്രയാസപ്പെട്ട് വളർത്തി വരുന്ന മക്കളെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള ലഹരികൾ കൊടുത്തുകൊണ്ട് നമ്മുടെ വോളിബോളിൻ്റെ ഈറ്റില്ലമായ വടകരയിൽ വോളിബോൾ ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിയൊക്കെ വന്നിരുന്നു എന്ന് പറയുന്ന ആ സമയത്ത് ഈ ക്യാമ്പൊക്കെ നടത്തി നല്ല രീതിയിലേക്ക് അതിനെയൊക്കെ തന്നെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള IPMൻ്റെ ഭാരവാഹികൾ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവരും ഈ IPMൻ്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. എങ്കിൽ പോലും സാമൂഹിക നന്മ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളെ ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. മുൻ അന്താരാഷ്ട്ര താരം BSF ഡെപ്യൂട്ടി കമാൻഡർ റോയ് ജോസഫ് മുഖ്യാതിഥിയായി. രഞ്ജുമോൻ കേളോത്ത് അധ്യക്ഷത വഹിച്ചു. IPM ട്രസ്റ്റ് ചെയർമാൻ നരേന്ദ്രൻ കൊടുവട്ടാട്ട് 2023 പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടകരയിലെ പ്രമുഖ വോളിബോൾ സംഘാടകരും മുൻ താരങ്ങളുമായ ഞെരളത്തു രവീന്ദ്രൻ, CV വിജയൻ, വിദ്യാസാഗർ, മൂസ നാസർ, AK രാധാകൃഷ്ണൻ, ശശിധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രാദേശിക വോളി പ്രതിഭകളെ ബഹുജന പങ്കാളിത്തത്തോടെ കണ്ടെത്താനുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംരംഭമാണിതെന്നും കടത്തനാടിന്റെ വോളി പാരമ്പര്യം വിളിച്ചറിയിക്കുന്നതാണ് ക്യാമ്പെന്നും ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രൻ കൊടുവട്ടാട്ട് സ്വാഗതവും ഷിജിത് VM നന്ദിയും പറഞ്ഞു. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും വോളി താരങ്ങളുടെയും സംഘാടകരുടെയും പങ്കാളിത്തം കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.